ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചങ്ങന്മാരെ, ഇന്നത്തെ വർക്ക് നമ്മൾ ഈ ഒരു വീടിൻ്റെ പ്ലംബിങ്ങും വയറിങ്ങും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സുരേഷ് ചേട്ടനാണ് ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഞാനും മൂപ്പരും കൂടിയാണ് ഇപ്പോൾ ഇന്നത്തെ വർക്ക് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, പിന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട്, ഞങ്ങളെ കുറച്ച് 3-4 ഇലക്ട്രീഷ്യന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ വീടിന് നമ്മൾ പൈസ ഒന്നും വാങ്ങാതെ തന്നെ സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കണം. വർക്ക് മെറ്റീരിയലൊക്കെ വേറെ ടീം വാങ്ങിത്തരും കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് മാത്രം സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കുക, പൈസ ഒന്നും വാങ്ങാതെ. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമിന് വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മറ്റുള്ള വർക്കുകളും എങ്ങനെയെന്നുള്ള നമുക്കറിയില്ല. ഞങ്ങളെ വർക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മറ്റ് വർക്കുകൾ ചിലപ്പോൾ അതുപോലെ ആയിരിക്കും, വേറൊരു ടീമാണിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ആകെ 2 ബെഡ്റൂം, ഡൈനിങ് ഹാള്, കിച്ചണ്, പിന്നെ കോമൺ ആയിട്ടൊരു ബാത്റൂം. അപ്പോൾ ആ വർക്കിൻ്റെ കാര്യങ്ങളാണ് പറയേണ്ടത്. ഇതിപ്പോൾ മഡ് ബ്ലോക്കായിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോക്സ് തുറന്നു നോക്കുക. മഡ് ബ്ലോക്ക് അത് കല്ലല്ലാത്തതുകൊണ്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മണ്ണ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നല്ല പ്ലാസ്റ്റർ ചെയ്തിട്ട് തന്നെയാണ് ബോക്സുകളൊക്കെ ഉറപ്പിച്ച്, ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണ് പറഞ്ഞാൽ നമ്മൾ പൈപ്പിങ് ചെയ്യണ സമയത്ത് പൈപ്പിലൂടെ വന്ന ഒരു കല്ലിൻ്റെ കഷ്ണമാണ്, മണ്ണിൻ്റെ കഷ്ണമാണ്. അപ്പോൾ വേറെ അതിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഹാവൽസിൻ്റെ വയറാണ് ഇവിടെ വലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വയർ വലിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് ഹാവൽസിൻ്റെ വയറാണ്. DV എടുക്കുന്നത് നമ്മൾ ഡൈനിങ് ഹാളിലെ ഈ മൂലയിലാണ്. പിന്നെ അതിലേക്ക് സർക്യൂട്ടുകൾക്ക് നേരത്തെ തന്നെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇന്ന് സീലിങ്ങിലൂടെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിട്ട്, അതുകൊണ്ട് വേഗം വലിച്ചു കഴിയാൻ പറ്റും. വയറും നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി, പണിയും കുറയും, വയറും നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമായി പണി തുടങ്ങിയിട്ട്, അപ്പോൾ ഞങ്ങൾ നാസ്താക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്നതാണ്. വീട്ടിൽ അവിടെ താമസക്കാരും ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണം ഉണ്ടാക്കി തരാനൊന്നും സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട്, പിന്നെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് വരികയാണ്. സുരേഷ് ചേട്ടന് തലയ്ക്ക് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്, ആക്സിഡൻറ്റ് കഴിഞ്ഞ്. അപ്പോൾ അത് വക വയ്ക്കാതെ തന്നെ വന്നാണ്. വേറെ ആരും പിന്നെ വർക്കിന് വരാനില്ലാത്തതുകൊണ്ട് കോബോക്സ് വരെ ഞങ്ങൾ അഡാപ്റ്റർ ഇട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ ടാഗ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്നാൽ ഇവിടെ ഉപയോഗിക്കേണ്ട LECൻ്റെ ഇസോഫ്റ്റ് വയറാണ്. LECൻ്റെ ഇസോഫ്റ്റ് സ്വിച്ചേഴ്സാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ. സുഹൃത്തുക്കളെ, ഇതിൽ നമുക്ക് ഒരു പ്രശ്നം വന്നതെന്താ വെച്ചാൽ കളർ കോഡ് വയർ ഇടാൻ പറ്റിയില്ല. ബ്ലാക്കിന് ന്യൂട്രലിന് വയർ നമ്മൾ പിന്നെ ന്യൂട്രലിന് ബ്ലാക്കല്ല നമ്മൾ ഇടല്ലേ സാധാരണ. അപ്പോൾ നമുക്കത് കളർ കോഡ് വയർ കിട്ടാത്തതുകൊണ്ട്, ന്യൂട്രലിന് ബ്ലാക്ക് കിട്ടാത്തതുകൊണ്ട് നീലാണ് അവർ വിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയി വാങ്ങിക്കൊണ്ടിരില്ല, പിന്നെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സാധനങ്ങൾ ഫുള്ള് എത്തിയത് ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ മാറ്റാനുള്ള സമയമില്ല, പിന്നെ ആരുമില്ല. പിന്നെ ഞങ്ങൾ ആ ഉള്ള വയറായിട്ട് തന്നെ വലിച്ച് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. നീല നമ്മൾ ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ട് അതിൽ ന്യൂട്രൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പാക്കായില്ല. ബാക്കി ഓക്കെയാണ്. ഗ്രീനും റെഡും പിന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ DV ആയിട്ട് സുഹൃത്തുക്കളെ. ചെറുതായാലും വലുതായാലും ഇപ്പോൾ നമ്മൾ DVൻ്റെ കണക്ഷനൊക്കെ പിന്നെ ഏകദേശം ഒക്കെ ഒരേ മാതിരി തന്നെയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ആ DVക്ക് അങ്ങനെ അനുയോജ്യമായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ, പിന്നെ ബോറാകാത്ത രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിയിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആർക്കും പെട്ടെന്ന് വന്ന് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ആർക്കും എല്ലാ വയറും എങ്ങനെയും കെട്ടിപ്പണിഞ്ഞ് കിടക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ മെയിൻ്റനൻസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞാലും മറ്റൊരാൾ വരുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് വെക്കണം, ഏത് വർക്കായാലും. പിന്നെ ഒരാൾക്ക് അത് ഓരോ അങ്ങനെ ചെയ്ത് പോയല്ലോ എന്നുള്ള ഇത് വരരുത്. അപ്പം നമ്മളെ ഭാഗം അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ ലഗ്രാൻഡിൻ്റെ ആണ് RCCBയും MCB ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഹാവൽസിൻ്റെ DV ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മെറ്റീരിയലൊക്കെ അവർ തരുന്നതാണ്. പിന്നെ അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ വർക്കുകൾ മാത്രമാണ് നമ്മളെ അണ്ടറിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ സുരേഷ് ചേട്ടന് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ ഇതിൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ചിലപ്പോൾ മൂപ്പര് ഒറ്റയ്ക്കും വന്ന് ചെയ്യാറുണ്ട് കേട്ടോ വർക്ക്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പിന്നെ ഒപ്പമുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു
സംഗതിയൊക്കെ മുന്നോട്ട് പോകുന്നത്. ആർക്കായാലും ഒരു ഉപകാരം ചെയ്യുന്ന കാര്യമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനത്തെ വ്യക്തികളാണ് കൂടുതലും ഉള്ളതാണ് നമ്മളൊരു പ്രചോദനം. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഏകദേശം ഒരു 95% ഞങ്ങൾ ഇലക്ട്രിക് വർക്ക് ഇവിടെ തീർത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഞങ്ങൾക്ക് പ്ലംബിങ്ങിൻ്റെ വർക്കാണ്. പ്ലംബിങ്ങിൻ്റെ വർക്ക് ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് എല്ലാവരും കൂടി വന്നിട്ട് ഫിനിഷിംഗ് ആക്കി കൊടുക്കാണ്ട്, ടാങ്ക് വെക്കാനും അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ചെയ്യാനും ക്ലോസറ്റ് വെക്കാനും എല്ലാം കൂടി. അപ്പോൾ ഈ കിച്ചണിൽ ഞങ്ങൾക്ക് ചെറിയൊരു പ്ലേറ്റും കൂടി വെക്കാണ്ട്, അത് ആ സമയത്ത് ഒരു 3MD പ്ലേറ്റ് വെക്കാണ്ട് അതും ആ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഈ ഒരു വീടിൻ്റെ വർക്ക് മാത്രമല്ല കേട്ടോ ഞങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. പല വീടുകളും ഇതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രചോദനത്തിലാണ് ഈ ഒരു വീടും ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. കഴിയുന്നതും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.